ശ്രീ ജി രാമൻ നായർ, എനിക്ക് വളരെ പ്രധാനമായി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയേണ്ട ഒരു കാര്യം, ഇപ്പം നേരത്തെ അഡ്വക്കേറ്റ് BN ഹസ്കർ പറഞ്ഞതുപോലെ ഇതൊക്കെ നോക്കൂ, ഈ യുവതീ പ്രവേശനം, അതായത് ഈ ആക്ടിവിസ്റ്റുകളെ കൊണ്ടുപോയി ആചാര ലംഘനം നടത്തിയത് 2/1/2019 3 ഈ ഓർഡർ വരുന്നത്. അതിനുശേഷം ദേവസ്വം കമ്മീഷണറുടെ ഓർഡറിൽ തന്നെ ഈ ഗോൾഡ് മാറി കോപ്പറാവുന്നു. പിന്നീട് ജൂലൈയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ ഒരു ഘടന, അതായത് ആ ഒരു സമയത്തിൻ്റെ 2 വശങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ അദ്ദേഹത്തിൻ്റെ വാദം ഉന്നയിച്ചത്. പക്ഷേ എൻ്റെ ചോദ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഒരു കള്ളൻ ഇങ്ങനെ നിർബാധം അങ്ങ് കയറി ഇറങ്ങാൻ പറ്റുന്ന അത്രയും സ്വാതന്ത്ര്യവും അധികാരവും സന്നിധാനത്ത് എങ്ങനെ കിട്ടുന്നു? അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവിടെയുള്ള അധികാരത്തിലിരിക്കുന്ന ചിലരുടെ സഹായമില്ലാതെ ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്വാതന്ത്ര്യം ഏറ്റെടുക്കാൻ സാധിക്കുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ഉന്നത അധികാരമുള്ള ദേവസ്വത്തിൻ്റെ ചുമതലക്കാരുമായി അദ്ദേഹത്തിനുണ്ടായ ചങ്ങാത്തവോ ബന്ധവുമാണ്. നമ്മൾ തുടക്കത്തിലറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ നിസ്സാരനായ ഒരു ഡെയിലി വേസിനെ പറ്റ വന്ന ഒരു ശാന്തിക്കാരനായിരുന്നു. കാരറ്റുപടി ഒരു ക്ഷേത്രത്തിലെ മുട്ടുശാന്തിക്കാരനായി ജോലി ചെയ്ത ആളാണ്. പക്ഷേ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അവസ്ഥ എന്താണ്? ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുകയും അത് ദേവസ്വം ബോർഡിലെ ഉന്നതന്മാരെ സ്വാധീനിക്കുന്നതിനും ശബരിമലയിലേക്ക് വരുന്ന വലിയ സമ്പന്നന്മാരായ ആളുകളെ സ്വാധീനിക്കുന്നതിനും വിനിയോഗിച്ചു. ആ വിനിയോഗത്തിൻ്റെ പരിണിതഫലമാണ് നമ്മളിന്ന് കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രമുള്ള ചുമതലയിലാണ് ഈ കാര്യങ്ങൾ നടന്നു എന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരുടെ വിശ്വാസം ആർജിച്ച ആളാണ്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ പോലും ഇത്രമാത്രം തിരിമറി നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ കൊള്ളയ്ക്ക് തുടക്കം കുറിക്കാനും ആ കൊള്ളയെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള രേഖകൾ മാറ്റിമറിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയത്. ആ അവസരങ്ങൾ നമ്മെ സംബന്ധിച്ച് വളരെയേറെ ദേവസ്വം ബോർഡിൻ്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അതിൽ ചുമതലപ്പെട്ട ആളുകളുടെ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന അവരുടെ പങ്കാളിത്തവും അവരുടെ ഇടപെടലുകളും സംശയാതീതമായി നമുക്ക് തെളിയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളിൻ്റെ അവിടുത്തെ രംഗപ്രവേശം അത് വലിയ സംശയത്തിനിടയാക്കുകയും അതിലൂടെയാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള വലിയൊരു കൊള്ളയ്ക്ക് തുടക്കമിട്ടത്. അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ വീണ്ടും അവതരിക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളുമായി ഇടപെടുകയും ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ ഉന്നത ഉത്തരവാദിത്തമുള്ള ആളുകൾ ആ ആളുകളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ നിരന്തരമായി സമ്പർക്കവും ബന്ധവും ഉണ്ടാക്കിയ ഒരാളായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആർജിച്ച വിശ്വാസം അത് നമ്മുടെ ഭഗവാന്റെ മുതൽ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാക്കി മാറ്റിയെടുക്കുന്നതിൽ ഈ കൂട്ടുത്തരവാദിത്വം ഉള്ള എല്ലാ പങ്കാളികളും ചേർന്ന് നടത്തിയ ഈ കൊള്ള, ആ കൊള്ളയ്ക്ക് ന്യായീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ഹസ്കർ പറഞ്ഞത് കേട്ടാൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വെള്ളപൂശാനാണ് ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട ഹസ്കർ, അവിടെ നടന്ന സംഭവം എത്രയോ വലിയ വിശ്വാസികളുടെ മനസ്സിന് ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു സംഭവമാണ്. അത് എത്ര ന്യായീകരിച്ചാലും ഒരിക്കലും വെളുപ്പിക്കാനാവില്ല. ഇത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആളുകളില്ലാതെ നടത്തിയ ഒരു സംഗമത്തെ കരുതിച്ച് കാണിക്കാനോ മോശമാക്കാനോ ഉണ്ടാക്കിയ ഒരു പ്രകടനമാണെന്നൊക്കെ താങ്കൾക്ക് പറയാം. അങ്ങനെ പറഞ്ഞ് കേൾക്കാം ശ്രീരാമൻ നായർ, ശ്രീ പറയൂ, ശ്രീ ജി രാമൻ നായർ പറയൂ. ഹലോ, കേൾക്കാമോ? പറഞ്ഞോളൂ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവരെയും വെള്ളപൂശി രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിലോ ഏതാനും ഉദ്യോഗസ്ഥന്മാരുടെ ചുമലിലോ മാത്രം വെച്ച് ഇത് ഊരിയെടുക്കാവുന്ന ഒരു കേസായി ഇത് മാറില്ല. ഇതിലെ വലിയ സംസ്ഥാനത്തിനപ്പുറത്തേക്ക് നടത്തിയ കാര്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. ശ്രീ അനിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ബന്ധപ്പെട്ട ഒരു വലിയ ശൃംഖല ഈ മോഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവന്നേ മതിയാവൂ. അവർ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ വിജിലൻസോ ഒന്നും നടത്തുന്ന അന്വേഷണം തൃപ്തികരമായി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് ആർക്കും വിശ്വാസമില്ല. പക്ഷേ കേരള ഹൈക്കോടതിയുടെ സമയോചിതമായ ഇടപെടൽ, വാസ്തവത്തിൽ സുമോട്ടോ ഒരു കേസ് ഹൈക്കോടതി എടുത്തതിൽ നിന്നാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോകാനിടയായത്. ആ ഹൈക്കോടതിയുടെ സംയോജിതമായ ഇടപെടലും ഹൈക്കോടതി ഇപ്പോഴും നിരന്തരമായി അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് പരമോന്നത നീതിപീഠം ഇക്കാര്യത്തെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഇടപെടൽ തുടർച്ചയായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നത്. മറ്റ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം. ഒരു കാര്യം കൂടി ഒന്ന് വ്യക്തത വരുത്താൻ വേണ്ടിയാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപക്ഷെ അത് അറിയാൻ കൗതുകമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾ വരിക, സന്നിധാനത്ത് വരികയാണ്, ഇത് അടിച്ചെടുക്കുന്നു, കൊണ്ടുപോകുന്നു. ഇതൊരു വലിയ ബിസിനസ്സാണ് കേട്ടോ. ഇത് കൊണ്ടുപോകുന്നു, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് സാങ്കേതിക വിദ്യയില്ല. അപ്പം പറയുന്നു, എന്തിനാ പേടിക്കുന്നത്? എൻ്റെ കയ്യിൽ ഇതാ ഓതറൈസ്ഡ് ലെറ്ററുണ്ട്, ദേവസ്വം ബോർഡിന് ലെറ്ററുണ്ട്, പിന്നെന്താ നിങ്ങൾ പേടിക്കുന്നത്? അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക.
വീണ്ടും പോവുക, വീണ്ടും അഴിച്ചെടുക്കുക, കൊണ്ടുവരിക. ഇതിനിടെ ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ കൊണ്ടു നടന്ന് പൂജിപ്പിക്കുക, വലിയ രീതിയിലുള്ള പണപ്പിരിവ് നടത്തുക. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ശ്രീ ജി രാമൻ നായർ, ഇതൊക്കെ കൃത്യമായി നടക്കുമ്പോൾ ഇതൊന്നും കണ്ടില്ല, ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല, ഞങ്ങൾക്ക് ഒരുപാട് മെയിൽ വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാൻ നോക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാൻ ഒരു ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയിൽ ഒരാൾക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഈ കാര്യങ്ങളുടെ ദേവസ്വം ബോർഡ് ചെയ്ത ഇത്തരം പ്രവർത്തികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് നിക്ഷിപ്തമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരുടെയെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരുന്ന റിപ്പോർട്ട് അതേപടി അംഗീകരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ബോർഡ്? ആ ബോർഡ് ആരെ എന്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇടപെട്ടാലും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അത് ശരിയായ നടപടിയല്ലെങ്കിൽ ആ നടപടി അവിടെ വെച്ച് നിർത്തിവെപ്പിക്കാനും അധികാരമുള്ളൊരു സ്ഥാപനമാണ് ദേവസ്വം ബോർഡ്. ഇത്രയും കാലം ഇക്കാര്യത്തിൽ നോക്കുകുത്തിയായിരുന്ന ദേവസ്വം ബോർഡ് വാസ്തവത്തിൽ അങ്ങനെ ഒരു ബോർഡ് എന്നുള്ള ഒരു പദവിക്ക് പോലും അർഹതയില്ലാത്ത ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത്ര നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ലത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചു വിടാനായിട്ട് ഉള്ള തീരുമാനം, ആ തീരുമാനം വാസ്തവത്തിൽ ദേവസ്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ആരും ഇതിനകത്ത് അകമ്പടി ശ്രമിക്കുന്നില്ല. വാസ്തവത്തിൽ ഇതിൻ്റെ വിജിലൻസ് കാര്യത്തെ വിജിലൻസിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ഹൈക്കോടതിയുടെ എല്ലാ അംഗീകാരത്തോടും കൂടി ഒരു വിജിലൻസ് സംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്കറിയാൻ കഴിഞ്ഞത് ഈ ഇതഴിച്ചു മാറ്റിയ സന്ദർഭങ്ങളിൽ വിജിലൻസിൻ്റെ അസാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പകൽ സമയത്ത് വൈകിട്ട് ഹരിവരാസനം ചൊല്ലി നടയടച്ചതിന് ശേഷം സാധാരണഗതിയിൽ മാസപൂജ അവസാനിച്ചു കഴിഞ്ഞാൽ അവിടെ വിജിലൻസിൻ്റെ സാന്നിധ്യം ഉണ്ടാവില്ല. പക്ഷേ വിജിലൻസിൻ്റെ കൂടെ അസാന്നിധ്യത്തിലാണ് ഈ കാര്യം നടന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബന്ധപ്പെട്ട ഈ കാര്യത്തെക്കുറിച്ച് ഫോളോ അപ്പ് ചെയ്യുകയും യഥാസമയം ആ കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥബന്ധമായ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരുടെ അസാന്നിധ്യത്തിലും ആണ് ഇക്കാര്യം ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഇത് വളരെ കരുതിക്കൂട്ടി ചെയ്തതാണ്. ഇക്കാര്യത്തിന് വലിയ മുന്നൊരുക്കമുണ്ടായിട്ടുണ്ട്. ആ മുന്നൊരുക്കത്തിൻ്റെ പശ്ചാത്തലം കുറേ കാലമായി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ എല്ലാ രീതിയിലും ചൈതന്യം നശിപ്പിക്കാനും ക്ഷേത്രത്തിൻ്റെ വിശ്വാസത്തെ കളങ്കപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ നടത്തി വ്യാപകമായിട്ട് ശബരിമലയെക്കുറിച്ചുള്ള ഒരു വിശ്വാസത്തിന് തകർച്ച ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി അവസാനം ശബരിമലയുടെ സ്വത്തും ഭഗവാന്റെ സ്വത്തും അടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ ഒരവസ്ഥ. നമുക്കറിയാം, ഇന്നിപ്പോൾ പല ആളുകളും ഈ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും ഈ വിജയ് മല്യയാണ് ഈ കുഴപ്പക്കാരൻ. കാരണം വിജയ് മല്യ ഇതുകൊണ്ട് വെച്ചതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് പല ഇടതുപക്ഷ സുഹൃത്തുക്കളുടെയും പ്രസ്താവനകളും മറ്റു കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വിജയ് മല്യയെ കുറ്റം പറഞ്ഞാൽ കാര്യങ്ങൾ രക്ഷപ്പെടാം എന്നുള്ള നിലയിലേക്കാണ് പലരുടെയും പ്രവർത്തികൾ. അത്രമാത്രം ഈ കാര്യത്തെക്കുറിച്ച് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പക്ഷേ സത്യം പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും